ഹലോ, നമ്മളിന്ന് ചക്ക വറുക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചക്കയാണേ. എങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ എന്ന് ഓർത്തിട്ടാണ് പോകുമ്പോഴേ. അച്ഛൻ രാവിലെ തന്നെ ചക്ക ഇട്ട്. അപ്പോൾ കൊച്ചായി ആൻറ്റിയൊക്കെ വന്നപ്പോൾ കൊച്ചായി പറഞ്ഞെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി ഒന്ന് ചക്ക നന്നാക്കണം. എല്ലാവരും കൂടി ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അങ്ങനെ കൊച്ചായി ചക്കയൊക്കെ വെട്ടി ആക്കി എല്ലാവരും കൂടി ഇരുന്ന് ചക്ക പൊളിച്ച് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കുരുവും പൊല്ലൊക്കെ കളഞ്ഞ് നീറ്റാക്കി കൊട്ടയിലേക്ക് ഇട്ട് വെച്ചിട്ട്, അപ്പോൾ ഞാനെങ്കിൽ വീഡിയോ എടുക്കാമല്ലോ എന്ന് ഓർത്ത് വീഡിയോ എടുത്ത്. നമ്മളത് നീറ്റാക്കി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അത് വറുക്കാൻ പാകത്തിന് അരിഞ്ഞെടുക്കണം. നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ അതിൻ്റെ വാലും തല ഇങ്ങനെ കളഞ്ഞിട്ട് വേണം നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും. വറുത്ത് വരുമ്പോൾ നല്ലപോലെ ഇരിക്കും. അപ്പോൾ ആ വാലും തല നമ്മൾ കളഞ്ഞത് നമ്മളത് പുഴുങ്ങാനെടുക്കും കേട്ടോ. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കും. പിന്നെ അമ്മ ഇരുന്ന് പതുക്കെ അത് നീളത്തിൽ അരിഞ്ഞ് ഏകദേശം ഒരേ തിക്നെസ്സിന് വേണം കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ വറവ് പല ഇതാവുമ്പോഴത്തേക്ക് വറുത്ത് വരുമ്പോൾ അത് ശരിയാവില്ല. അപ്പം അമ്മ പതുക്കെ ഇരുന്നത് അരിഞ്ഞെടുത്ത് കുറച്ച് സമയം എടുക്കും. നമ്മൾ ഒരു ചക്കയുണ്ട്, പിന്നെ കുറച്ച് ടൈം എടുക്കും. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇവിടെ ചക്കേൻ്റെ സീസണിൽ ഞങ്ങൾ ചക്ക വറുക്കവും ചക്കപ്പുഴുക്ക് അങ്ങനെ ഒക്കെ ഉണ്ടാക്കും. നമ്മുടെ ഇവിടെ തറവാട്ടിലൊക്കെ ഉണ്ട് ചക്ക. അപ്പം ഇവിടെ മോൻ തന്നെ എപ്പോഴും പറയും, എൻ്റെ അവിടെ തറവാട്ടിൽ പോകുമ്പോൾ പറയണം ചക്കത്തറവാട് എന്നാണ് പറയുന്നത്. അവൻ ചക്ക അവിടെ ഉള്ളതുകൊണ്ട് എപ്പോഴും പറയും ചക്കത്തറവാടാണെന്ന്. പിന്നെ അമ്മ ഏകദേശം അത് ഫുള്ള് അരിഞ്ഞൊക്കെ കഴിഞ്ഞ് എങ്കിൽ നമ്മളത് വറുക്കാനുള്ള ഇതാക്കി. അപ്പോൾ ചീനിച്ചട്ടിയിലാണ്, ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലാണ് കേട്ടോ വറുക്കണം. ആദ്യമേ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് എണ്ണ നല്ല പോലെ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ച ചക്കയുണ്ടല്ലോ അതിങ്ങനെ പതുക്കെ കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ എണ്ണ ഇങ്ങനെ തിളച്ച് വരും കേട്ടോ. അത് നമ്മുടെ കയ്യിലൊന്നും ആവാണ്ട് ശ്രദ്ധിക്കണം. പിന്നെ പുറത്തേക്ക് അങ്ങനെ പോകാണ്ടും നോക്കണം. നമ്മൾ പതുക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് എണ്ണ ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത് ഇട്ട് കൊടുക്കുക. അതിൽ ഫസ്റ്റ് നമ്മൾ ചെറിയ ചീനിച്ചട്ടിയിലാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകില്ല, വലിയ ചീനിച്ചട്ടി ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും വലിയ ചീനിച്ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ ഉണ്ടാക്കാമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമ്മളത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പതുക്കെ ഒന്ന് ഇളക്കണം. എല്ലായിടത്തും നന്നായിട്ട് ഇളക്കണം. പിന്നെ ഇത് ഞങ്ങൾ ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് അങ്ങനെ ഉണ്ടാക്കുന്നു. ഒരു ചക്ക ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചക്കയൊക്കെ അമ്മ വറുക്കും. അപ്പോൾ നമ്മൾ വറുക്കുന്ന വീട്ടിൽ കൊണ്ടുപോകാനാണ് കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ വെക്കേഷൻ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വറുക്കണേ. അത് ഏകദേശം നമ്മൾ വറുക്കണ അതുവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കഴിയുമ്പോൾ അതൊരു കിലുകിലാന്നൊരു ഇത് വരും. അങ്ങനെ അപ്പോഴാണ് നമുക്ക് അതിൻ്റെ വറവ് കറക്റ്റായെന്ന് മനസ്സിലാകുക. പിന്നെ നമ്മൾ അതിലേക്ക് ഉപ്പുവെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കണം. ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ട് അമ്മ. എന്നിട്ട് അതിൻ്റെ ഒരു വറവ് കറക്റ്റ് ഏകദേശം ആകുമ്പോഴത്തേക്ക് ഉപ്പുവെള്ളം എടുത്തിങ്ങനെ അതിലേക്ക് കുടഞ്ഞ് കൊടുക്കണം. അപ്പോഴും ആ എണ്ണ ഇങ്ങനെ ഇതായിട്ട് വരും കേട്ടോ, വെള്ളമല്ലേ ചെല്ലുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് എല്ലായിടത്തേക്കും ഉപ്പ് ചെല്ലുള്ളൂ. അങ്ങനെയാണ് അതിൽ നമ്മൾ ഉപ്പ് ആകുന്നത്. ചക്കവരയിലേ ഉപ്പ് അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് പിടിക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ വറവ് കറക്റ്റാകുമ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു കിലുകിലാന്നൊരു ഇതാവുമ്പോൾ നമ്മൾ പതുക്കെ അത് കോരിയെടുക്കാം. ഒരെണ്ണ തോർന്ന് പോകാൻ പാകത്തിനുള്ള കോരി വെച്ചിട്ട് വേണം കോരിയെടുക്കാൻ. കോരിയെടുത്തിട്ട് നമ്മൾ ഉണ്ടല്ലോ, മുറത്തിൽ കുറച്ച് പേപ്പർ ഇട്ടിട്ടുണ്ട്. അതിലേക്കാണ് കേട്ടോ വറുത്തത് നമ്മൾ കോരി ഇടുന്നത്. എന്നിട്ട് ഇച്ചിരി പയ്യെ നിരത്തി ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ചൂട് പോലോ ചൂട് മാറിക്കഴിഞ്ഞാണ് നമ്മൾ അത് സ്റ്റോർ ചെയ്യണ പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നത്. ആദ്യത്തെ വറ ആയപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങുമല്ലോ. അപ്പം മക്കളൊക്കെ ഓടി വന്ന് ഓരോരോ പാത്രത്തിലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അമ്മ ഫസ്റ്റ് വര കഴിഞ്ഞപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ വര അമ്മ അപ്പം തന്നെ അതിലേക്ക് ഇട്ട് കുറച്ച് പ്രാവശ്യമായിട്ട് വറുക്കാണ്ട്. നമ്മുടെ ചെറിയ ചീനിച്ചട്ടിയല്ലേ, അപ്പോൾ കുറച്ച് 2-3 പ്രാവശ്യമായിട്ട് നമ്മളത് വറുത്തെടുക്കണം. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇതായിരുന്നു നമ്മുടെ ചക്ക വറുക്കൽ. ഇനി ഞങ്ങൾ പോകുമ്പോൾ ഇത് കൊണ്ടുപോകും. കുറച്ച് ഇവിടെ വെച്ചിട്ട് കുറച്ച് ഞങ്ങളും കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് സ്നാക്സിനൊക്കെ ഉപയോഗിക്കാമല്ലോ. അങ്ങനെ നല്ലതായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാവേ. ഓക്കെ, ബൈ.